ഹായ്. അപ്പോൾ നമുക്കിന്ന് ഒരു 3 ഐറ്റത്തിൻ്റെ ഹാർവെസ്റ്റ് കാണാം. അപ്പോൾ ആദ്യം നമ്മൾ കാണാൻ പോണത് ചെറിയ ഉള്ളിയുടെ ഹാർവെസ്റ്റാണ്. ഇപ്പോൾ ഞാനിത് ഈ ഒരു ചെറിയുള്ളി മുളച്ചത് നട്ടതാണ് ഈ ചട്ടിയിൽ. അപ്പോൾ ഉള്ളിയൊക്കെ ഞാൻ തനിയെ ഉള്ളി മാത്രമായിട്ടൊന്നും അധികം നടാറില്ല. ഏതെങ്കിലും ഒരു ചെടിയുടെ കൂടെ ആ ചെടി അത്യാവശ്യം വലുപ്പമായി കഴിയുമ്പോഴാണ് സാധാരണ നിലയ്ക്ക് ഞാൻ ഉള്ളി നടാറ്. അപ്പോൾ ഞാൻ ഒരു ഉള്ളിയാണ് നട്ടത്. അപ്പോൾ ആ ഒരു ഉള്ളിയിൽ നിന്ന് ഉണ്ടായ വിളവാണ് ഇത്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഒരു ഉള്ളിയിൽ നിന്ന് നമുക്ക് എത്ര വിളവ് കിട്ടുന്നുള്ളത്. അപ്പോൾ ഇത് പൂവുണ്ടായതാണ്. അപ്പോൾ പൂവുണ്ടാവുന്ന ഉള്ളിക്ക് കനം കുറവായിരിക്കും. അപ്പോൾ ഇതും അതേപോലെ തന്നെ പൂവുണ്ടായ ഉള്ളിയാണ്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാലറിയാം പൂവുണ്ടാവുന്നതിന് കനം കുറയും, കുറച്ചൊരു കനം കുറവുണ്ടാവും. അപ്പോൾ ഇതിനൊന്നും പൂവുണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല കനമുണ്ട് ഉള്ളിക്ക്. അപ്പോൾ നമുക്ക് ഈ ഉള്ളി ഇനി ഇത് മുളയ്ക്കാതെ എങ്ങനെ സൂക്ഷിക്കാമെന്നുള്ളത് നോക്കാം. അപ്പോൾ സാധാരണ വീട്ടിലുണ്ടാകുന്ന ഉള്ളി കഴിയുമ്പോഴാണ് ഞാൻ കടയിൽ നിന്ന് വാങ്ങിക്കാറ്. കടയിൽ നിന്ന് വാങ്ങിച്ചത് ചിലപ്പോൾ ഇരിക്കുമ്പോൾ മുളയ്ക്കും. അങ്ങനെ മുളയ്ക്കുമ്പോഴാണ് ഞാൻ പിന്നെ അത് വിത്ത് ഉള്ളിയായിട്ട് എടുത്തിട്ട് നടാറ്. അപ്പം നമുക്കതിൽ പൂവുള്ള തണ്ട് കട്ട് ചെയ്ത് കളയാം. കാരണം അത് നമുക്ക് മെടയാൻ പറ്റില്ല. നമ്മളെ വീട്ടിൽ ഉള്ളി ഉണ്ടാവുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റായിട്ട് പ്രിസർവ് ചെയ്യാൻ പറ്റിയ ഒരു മെത്തേഡാണ് ഇതേപോലെ മെടഞ്ഞ് ഉള്ളി നമ്മളുടെ തലമുടി മെടയുന്ന പോലെ മെടഞ്ഞ് കെട്ടി തൂക്കി ഇടുക എന്നുള്ളത്. അത് അടുക്കളയിൽ നമ്മൾ സാധാരണ ഈ വെള്ളരിയും അതൊക്കെ കെട്ടിയിടുന്ന പോലെ തന്നെ ഉള്ളി ഇതേപോലെ മെടഞ്ഞ് തൂക്കിയിടാൻ പറ്റും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഉള്ളി പിന്നെ ഒരിക്കലും മുളയ്ക്കില്ല. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നമ്മളുടെ വിളവ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇനി എല്ലാം നിങ്ങൾക്ക് വിത്ത് ഉള്ളിയായിട്ട് അടുത്ത പ്രാവശ്യത്തേക്ക് വെക്കണമെങ്കിൽ നിങ്ങളിങ്ങനെ മെടഞ്ഞിടരുത്. മെടഞ്ഞിട്ട് കഴിഞ്ഞാൽ പിന്നെ അത് മുളയ്ക്കില്ല. അപ്പോൾ അങ്ങനെ അടുത്ത പ്രാവശ്യം അടുത്ത വിളവിന് വേണ്ടി നടാനായിട്ടാണെങ്കിൽ നിങ്ങളത് മെടഞ്ഞിടരുത്. അപ്പോൾ ഇതാണ് ഏറ്റവും ഈസിയായ വഴി. നമ്മൾ ഓരോ ഉള്ളിയും ഈ മെടയുന്നതിനനുസരിച്ച് ഓരോ പുതിയ ഉള്ളി വെച്ച് കൊടുക്കുക. മുടി മെടയുന്ന പോലെ അങ്ങോട്ട് മെടയുക. കണ്ടില്ലേ? മെടഞ്ഞതിന് ശേഷം അതിൻ്റെ ഈ വേരൊക്കെ കട്ട് ചെയ്ത് കളയുക. ഈ വേര് നിൽക്കരുത്. വേര് നിന്ന് കഴിഞ്ഞാൽ പിന്നെയും മുളയ്ക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മൾ ആ വേരൊക്കെ കട്ട് ചെയ്ത് കളയുക. വേര് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഒരു റബ്ബർ ബാൻഡ് അല്ലെങ്കിൽ ഒരു നൂല് കൊണ്ട് ഈ മെടഞ്ഞത് ഒന്ന് കെട്ടിയിട്ട് നമുക്ക് അടുക്കളയിൽ സ്റ്റോർ റൂമിൽ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൂക്കിയിടാം. പിന്നെ അതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഉള്ളി കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ കഴിഞ്ഞ വർഷം ഞാൻ ഇതേപോലെ തന്നെയാണ് ഉള്ളി സൂക്ഷിച്ചത്. ഒരെണ്ണം പോലും മുളയ്ക്കാതെ എനിക്ക് എല്ലാ ഉള്ളിയും ശരിയായ രീതിയിൽ ചീയുകയും മുളയ്ക്കുകയോ ഒന്നും ചെയ്യാതെ യൂസ് ചെയ്യാൻ പറ്റി. അപ്പോൾ അതുകൊണ്ട് ഈ വർഷവും ഉണ്ടായ ഉള്ളിയൊക്കെ ഇതേപോലെ തന്നെ കെട്ടി ഞാത്തി ഇടുകയാണ് ഞാൻ ചെയ്തത്. മാത്രമല്ല നമുക്ക് ഇപ്പോൾ ഇത് ഒരു ഉള്ളിയിൽ നിന്നാണ് ഇപ്പോൾ ഇത്രയും. അപ്പോൾ നമുക്കൊരു 10 ഉള്ളിയൊക്കെ നട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു 10-15 ഉള്ളിയൊക്കെ നട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം നമുക്കൊരു കുറച്ച് മാസത്തേക്കുള്ള ഉള്ളി നമുക്കുണ്ടാവും. നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാവും. ഓക്കെ. അപ്പോൾ ഇതാണ് ഉള്ളിയുടെ ഹാർവെസ്റ്റ്. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ഹാർവെസ്റ്റ് നോക്കാം. അടുത്ത ഹാർവെസ്റ്റ് പൊമഗ്രാനറ്റ്. അപ്പോൾ 4 പൊമഗ്രാനറ്റാണ് ഇപ്രാവശ്യം 2 ചെടിയുമ്പോഴായിട്ട് ഉണ്ടായത്. ഇത് അതിൽ ഡാർക്ക് റെഡാണ്. ഡാർക്ക് റെഡ് പൊമഗ്രാനറ്റ് വെറൈറ്റി ഒരെണ്ണവും ലൈറ്റ് പിങ്ക് 3 എണ്ണമാണ് പിടിച്ചിരുന്നത്. നല്ല ടേസ്റ്റുള്ള നല്ല മധുരമുള്ള പൊമഗ്രാനറ്റ് ആയിരുന്നു. നെറ്റിലൊക്കെ കാണുന്ന പോലെയല്ല, ഒരു 6-7 മാസം കൊണ്ട് പൊമഗ്രാനറ്റ് റെഡിയായി ഞങ്ങൾ വിളവെടുത്തു. ഇനി നമുക്ക് ചക്കരവള്ളിക്കിഴങ്ങ് കാണാം. അപ്പോൾ ഇതാണ് ചക്കരവള്ളിക്കിഴങ്ങ് ചെടി. അപ്പോൾ ഇത് ഞാനിപ്പോൾ രണ്ടാമത് നട്ടതാണ്. നമ്മൾ കിഴങ്ങ് മുഴുവനോടുള്ള കിഴങ്ങാണ് ചക്കരവള്ളിക്കിഴങ്ങ് നടുക. അപ്പോൾ അങ്ങനെ മുഴുവനോടെ ഞാൻ കഴിഞ്ഞ വർഷം നട്ടിരുന്നു ഒരു ചക്കരവള്ളിക്കിഴങ്ങ്. ആ ചക്കരവള്ളിക്കിഴങ്ങ് ഇപ്പോൾ പറിക്കാറായിട്ടുണ്ട്. പറിക്കാറാവുക എന്നുള്ളത്
അതിൻ്റെ ഇലകൾ മുഴുവൻ കൊഴിഞ്ഞു പോകുന്ന സമയം അല്ലെങ്കിൽ ഉണങ്ങി പോകുന്ന സമയമാണ് ചക്കരവള്ളിക്കിഴങ്ങ് പറിക്കാറായി എന്നുള്ളത്, അതായത് സ്വീറ്റ് പൊട്ടറ്റോ പറിക്കാറായി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു വഴി. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇതാണ് കഴിഞ്ഞ വർഷം നട്ട ചക്കരവള്ളിക്കിഴങ്ങ്. അപ്പോൾ അത് അത്യാവശ്യം ഒരു മീഡിയം സൈസ് ചട്ടിയിലാണ് ഞാൻ നട്ടത്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, അതിൻ്റെ ഇലയൊക്കെ അതിൽ പൂവുണ്ടാവുന്നതൊക്കെ നിന്നു, ഇലയൊക്കെ ഏകദേശം ഉണങ്ങി കഴിഞ്ഞു. കുറച്ച് ഇലയും കൂടി ഉള്ളതും ഇപ്പോൾ അതേ ഉണക്കായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇത് കിഴങ്ങായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത് പറിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് ചക്കരവള്ളിക്കിഴങ്ങിൻ്റെ ഹാർവെസ്റ്റ് എന്നുള്ളത്. കുഴപ്പമില്ല, ഇതൊരു ചെറിയ കിഴങ്ങാണ്. ഇതാണ് വലിയ തണ്ട്. അപ്പോൾ വലിയ തണ്ട് നമുക്ക് ഇളക്കി നോക്കാം. കിഴങ്ങ് ഐറ്റംസ് എന്തും പറിക്കുമ്പോൾ നമ്മളുടെ കൈ കൊണ്ട് ഗ്ലൗസ് ഇട്ടിട്ടോ എങ്ങനെയായാലും നമ്മൾ കോന്തി ഉപയോഗിച്ച് കോന്താണ്ട് നോക്കുക. കാരണം അങ്ങനെ ചെയ്യുമ്പോൾ പൊട്ടാനുള്ള സാധ്യതയുണ്ട്. അത് കുഴപ്പമില്ല എന്ന് തോന്നുന്നുണ്ട് ഹാർവെസ്റ്റ്. ഒരു മീഡിയം സൈസ് ചട്ടീന്നേ പറയാൻ പറ്റുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഒരു ചക്കരവള്ളിക്കിഴങ്ങോ അങ്ങനത്തെ കിഴങ്ങ് ഐറ്റംസ് നടുമ്പോൾ അത്യാവശ്യം ഒരു ഗാലൺ പോട്ടൊക്കെയാണ് സാധാരണ നിലയ്ക്ക് പറയുക. അപ്പോൾ എനിക്കത് അന്ന് അവൈലബിൾ ആയിരുന്നില്ല. മാത്രമല്ല ഇത് എത്ര ഇതുണ്ടാവുമോ ഒന്നും അറിയില്ലായിരുന്നു. ആദ്യമായിട്ടാണ് നടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു മീഡിയം സൈസ് ചട്ടിയിലാണ് നട്ടത്. അപ്പോൾ ഇത് വലിക്കുമ്പോൾ ഉള്ള വെയിറ്റ് അനുസരിച്ച് അത്യാവശ്യം കിഴങ്ങുണ്ടെന്നാണ് മനസ്സിലാവണത്. അപ്പം നമുക്ക് നോക്കാം. പിന്നെ ഇത് നാട്ടിൽ ഇത് വേറൊരു വെറൈറ്റി ചക്കരവള്ളിക്കിഴങ്ങാണ്. ഇതിൻ്റെ ഉള്ളിൽ ഓറഞ്ച് കളറാണ്. അപ്പോൾ നമ്മൾ സാധാരണ നമ്മൾ നാട്ടിലെ ചക്കരവള്ളിക്കിഴങ്ങിൻ്റെ ഉള്ളിലൊരു ഡാർക്ക് ക്രീം പോലത്തെ ഒരു കളറല്ലേ. അപ്പോൾ അങ്ങനത്തെ അല്ല, ഇതിൻ്റെ ഉള്ളിൽ ഓറഞ്ച് കളറാണ്. ഓറഞ്ച് കളറിലായിട്ടാണ് ഈ ചക്കരവള്ളിക്കിഴങ്ങ് ഉള്ളിൽ, അതിൻ്റെ ഉള്ളിലും കിഴങ്ങ്. ഈവൻ പുറത്തെ തൊലിയായാലും കുറച്ച് ഓറഞ്ചിൻ്റെ ഷെയ്ഡാണ്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ഹാർവെസ്റ്റ് എന്ന് പറയാം. ഏകദേശം 2 കിലോ മുകളിലുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഇടയിൽ വല്ലയിടത്തും കിഴങ്ങുണ്ടോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ഹാപ്പിയാണ്, കാരണം ആദ്യമായിട്ടാണ് ചക്കരവള്ളിക്കിഴങ്ങ് നട്ടത്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു ഹാർവെസ്റ്റാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഇങ്ങനെ 3 ഹാർവെസ്റ്റാണ് ഞാൻ ഇപ്രാവശ്യം ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ. കണ്ടില്ലേ, കിഴങ്ങ് അത്യാവശ്യം നല്ല കിഴങ്ങുണ്ട്. ഒരു 2 പ്രാവശ്യമെങ്കിലും കറി വെക്കാനായിട്ടുള്ള അല്ലെങ്കിൽ വേവിക്കാനായിട്ടുള്ള കിഴങ്ങുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും കാണുക.